കണ്ണൂർ ചെറുക്കല്ല് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ആദ്യത്തേത് ചെറുക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം. വടക്കൻ കേരളത്തിൻ്റെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം. തൊട്ടടുത്തായിട്ട് ചെറുക്കൽ ചെറിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം. കേരളത്തിൻ്റെ മഹാകവി ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥ രചിച്ചത് ഈ ക്ഷേത്രത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 1200ഓളം വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ചിറക്കൽച്ചിറയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ധന്വന്തരി ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്വന്തരി മൂർത്തി. ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ടാണ് ആൾക്കാർ ഇവിടെ എത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പൂജകളാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത്. ചിറക്കൽച്ചിറയുടെ തീരത്തായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ധന്വന്തരി ക്ഷേത്രം. തൊട്ടടുത്ത് തന്നെ പടിഞ്ഞാറേക്കര ശ്രീകൃഷ്ണ ദുർഗാ ക്ഷേത്രം. പഴയ ചിറക്കൽ കോവിലകത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറേക്കര ശ്രീകൃഷ്ണ ദുർഗാ ക്ഷേത്രം. ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. തൊട്ടടുത്ത് തന്നെ മാറിയിട്ട് ദുർഗാക്ഷേത്രം കൂടിയുണ്ട്. ഇതാണ് ദുർഗാക്ഷേത്രം. കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് ചിറക്കൽ. ചിറക്കൽ ചിറയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ചിറക്കൽ ചിറയുടെ സൗന്ദര്യവും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ പഴമയുടെ കൊത്തുപണികളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക.